മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടെ പോവുകയാണ്. എറണാകുളം കളമശ്ശേരിയിലെ മഞ്ഞപ്പിത്ത വ്യാപനത്തിൽ മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുന്നു. DMO, നഗരസഭാ അധികൃതർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുക്കും. വിവരങ്ങൾ പങ്കുവെക്കാനായി മൂസീന അസു ഉണ്ട്. ഇന്നലെ മൂസീന റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ കളമശ്ശേരി പ്രത്യേകിച്ച് HMD കോളനി അടക്കം വലിയ രീതിയിൽ മഞ്ഞപ്പിത്ത വ്യാപന ഭീഷണിയിലാണ് എന്ന തരത്തിൽ റിപ്പോർട്ട് ഇന്നലെ ചെയ്തിരുന്നു. എന്താണ് ഇന്ന് ഈ യോഗം ചേരുന്നതായി പ്രധാനപ്പെട്ട അവർ ഉദ്ദേശിക്കുന്നത്? ആരോഗ്യവകുപ്പിന്റെ തുടർ നീക്കങ്ങൾ എന്തെല്ലാമാണ്? മറ്റു വിവരങ്ങൾ? അത് ഈ ഔദ്യോഗിക കണക്കുകളേക്കാൾ അധികമാണ് മഞ്ഞപ്പിത്ത ബാധ ഉണ്ടായവരുടെ എണ്ണം എന്നുള്ള ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ആരോഗ്യവകുപ്പിന്റെ അധികൃതർ എല്ലാവരും വിളിച്ചു ചേർത്ത് ഇന്ന് മന്ത്രി പി രാജീവിന്റെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. പ്രധാനമായും ഉറവിടം എന്താണ് ഇത്തരത്തിൽ രോഗവ്യാപനം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്നത് ഇപ്പോഴും കണ്ടെത്താൻ സാധിക്കാത്തതാണ് ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഏറെ വെല്ലുവിളി നേരിടുന്ന വിഷയം. പ്രധാനമായും ഈ പ്രദേശങ്ങളിൽ HMD കോളനി അതുപോലെ തന്നെ പ്രദേശങ്ങളിലുള്ള പല വാർഡുകളിലും കിണർ വെള്ളം തന്നെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ഈ കിണർ വെള്ളം മലിനമായിട്ടുണ്ട് കിട്ടുന്നത് എങ്ങനെയെന്നടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് പൈപ്പ് കണക്ഷൻ ഉൾപ്പെടെയുള്ള സ്രോതസ്സുകളിൽ നിന്നും അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്സുകളിൽ നിന്നൊക്കെ തന്നെ ഈ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അതിന്റെ പരിശോധന ഫലം വരുന്ന മുറയ്ക്കായിരിക്കും ഇതിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ. മാത്രമല്ല ഈ അസുഖബാധിതരായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണവും വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമായി തന്നെ തുടരുകയാണ്. വെന്റിലേറ്റർ സപ്പോർട്ടിലാണ് അദ്ദേഹം ഉള്ളത്. ഈ നിലവിലെ ഇത്തരത്തിലൊരു സാഹചര്യം പരിഗണിച്ചാണ് അടിയന്തരമായി രാജീവിന്റെ മംഗലം കൂടിയാണ് കളമശ്ശേരി. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ എന്താ ഒരു യോഗം ചേരുന്നത്. ജില്ലാ മെഡിക്കൽ ഓഫീസറോടും അതുപോലെ തന്നെ നഗരസഭ ചെയർപേഴ്സൺ, ആരോഗ്യ വിഭാഗം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, അതുപോലെ തന്നെ മറ്റ് ഉദ്യോഗസ്ഥർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ തുടങ്ങി വിവിധ ആളുകൾ ഈ യോഗത്തിൽ പങ്കെടുക്കും.